ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പോൾ ഗുഡ് ഹാപ്പൻസിയർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വേറൊരു എ സി ആണ്. ഇത് ഹിറ്റാച്ചിയുടെ 3 സ്റ്റാർ ഇൻവെർട്ടർ എ സി ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചു തുടങ്ങിയിട്ടൊരു 2 ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു 3 സ്റ്റാറിന് അന്നൊരു 33 ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് 110 ആണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റേറ്റ് കുറവ്. പിന്നെ ജപ്പാൻ ബ്രാൻഡാണ്, ഡയറക്റ്റ് ജപ്പാൻ ബ്രാൻഡാണ്. എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്, ഇതൊരു കംപ്ലൈൻറ്റുകളൊന്നും ഇല്ല. നല്ല കൂളിംഗ് ഉണ്ട്. ഫങ്ഷൻസ് കുറച്ച് കുറവാണ്. അതിൻ്റെ ഹയർ മോഡൽസിലാണ് ഫങ്ഷൻസ് ഉള്ളത്. ഇത് ബേസിക് മോഡലാണ് വരുന്നത്, അപ്പോൾ ഫങ്ഷൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ റിമോട്ടിൻ്റെ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാം. 3 സ്റ്റാറാണ് സംഭവം. വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ. 2 മോഡൽ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ വേറെ കുറേ മോഡൽസൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഡിസ്പ്ലേ ഇല്ല, അങ്ങനെ കുഴപ്പമുണ്ട്. വേറെ കുറേ മോഡൽസിനും ഡിസ്പ്ലേകളില്ല. അപ്പോൾ വെറുതെ ആ ലൈറ്റ് മാത്രമേ നിങ്ങൾക്ക് കാണാനുള്ളൂ. അവിടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ടെമ്പറേച്ചർ സെൻസറും ഒക്കെ ഉള്ള വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി റിമോട്ട് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ റിമോട്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോക്കലി മെയ്ഡാണ്. അപ്പോൾ ഈ റിമോട്ടുകൾ ഉണ്ടാക്കുന്ന കുറേ ഏജൻസികൾക്ക് ഇവർ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം ഡ്രൈ മോഡുണ്ട്, കൂൾ മോഡുണ്ട്, അതുപോലെ എന്താ പറയുക ഓട്ടോ മോഡും ഉണ്ട്. അതെന്ന് വെച്ചാൽ ഓട്ടോ സെൻസിങ് ഉണ്ട്. പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ബൾട്ട് ഉണ്ട്, അതുപോലെ ഫാൻ സ്പീഡ്, ടൈം ഓഫ് ഫംഗ്ഷനൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് എന്തായാലും ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ നമ്മുടെ ഈ റിമോട്ട് നമ്മുടെ ഫോപ്സിൻ്റെ റിമോട്ട് പോലെ തന്നെയാണ്. അത് ഓഫ് ആവില്ല, അങ്ങനെ തന്നെ ടൈം വന്നുകൊണ്ടിരിക്കും അതിൽ, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ റിമോട്ടാണ്. നമ്മുടെ വാച്ചിൻ്റെ ഒക്കെ പോലത്തെ ഡിസ്പ്ലേ ഉള്ള റിമോട്ടാണ്. അപ്പോൾ കുറേ കാലം നിൽക്കും, ബാറ്ററി കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ സൈലൻറ്റ് തന്നെയാണ്, നല്ല സൈലൻറ്റ് തന്നെയാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഫങ്ഷൻസ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇതിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഇത് സംഭവം ഓഫ് ചെയ്താൽ തന്നെ അത് നമ്മുടെ ഓട്ടോ ക്ലീനിങ് ആണ്. എന്ന് വെച്ചാൽ ക്ലീൻ ആക്കിയിട്ട് എന്ന് വെച്ചാൽ അതിനുള്ള വാട്ടറിലുള്ള കണ്ടൻറ്റൊക്കെ ഉള്ളത് ഡ്രൈ ആക്കിയിട്ട് സംഭവം ഓഫ് ആവുള്ളൂ. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ടൈം അതിങ്ങനെ 5 മിനിറ്റിൻ്റെ താഴെ അതിങ്ങനെ കുറച്ചിങ്ങനെ ഫാനിൻ്റെ സൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഫുൾ ഡ്രൈ ഔട്ട് ചെയ്തിട്ട് സംഭവം അതിന് കൊറോഷൻ അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ ഫിൽറ്റേഴ്സ് ക്ലീൻ ചെയ്യാനും അത് ഓട്ടോ ക്ലീൻ ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് നല്ല പരിപാടിയാണ്. ഓട്ടോ മോഡ് ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നതാണ്. ഓട്ടോ മോഡ് അതുപോലെ മോഡ് മാറുന്നതാണ്. വലിയ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് താഴത്തിടാം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് ലിങ്കിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിക്കാം. നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്, ജപ്പാൻ ബ്രാൻഡാണ്, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചൂടിൻ്റെ കാലമല്ലേ, അപ്പോൾ നല്ല സാധനം നോക്കി വാങ്ങിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. കമൻറ്റൊക്കെ ആണെങ്കിൽ ചോദിക്കാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.